ചോദ്യപേപ്പർ ചോർച്ച ആവർത്തിക്കാൻ കാരണം മുൻ റിപ്പോർട്ടുകൾ അവഗണിച്ചതുകൊണ്ട്. ഓണപരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്നതിനെ തുടർന്ന് MS സൊല്യൂഷനെതിരെ DO നൽകിയ പരാതി വിദ്യാഭ്യാസ വകുപ്പ് ഗൗരവമായി എടുത്തില്ല. സെപ്റ്റംബറിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നേരത്തെ വന്ന റിപ്പോർട്ടുകളെല്ലാം അവഗണിച്ചു, അതുകൊണ്ട് ഈ പാകപ്പഴ ഈ വീഴ്ച വീണ്ടും ഉണ്ടായി. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് പോലും അത് ഗൗരവമായി എടുത്തില്ല എന്നുള്ള അത്യന്തം ഗൗരവതരമായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വിശദാംശങ്ങളിലേക്ക്. അപർണ, കഴിഞ്ഞ 2-3 വർഷങ്ങളായി പ്രത്യേകിച്ചും ഈ ഓൺലൈൻ കോച്ചിങ് സെന്ററുകളുടെ വ്യാപനം വലുതായി വരുന്നതോടുകൂടി തന്നെ ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ കാര്യമായി നടക്കുന്നുണ്ട്. ഈ ഓൺലൈൻ കോച്ചിങ് സെന്ററുകളുടെയും ട്യൂഷൻ സെന്ററുകളുടെയും ഈ പരീക്ഷാ തലേന്നുള്ള പ്രഡിഷൻസ് എന്ന പേരിൽ വരുന്ന ഈ ചർച്ചയിലാണ്, അല്ലെങ്കിൽ അവലോകനത്തിലാണ് ഈ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അതേപോലെ തന്നെ വരുന്നത്. കഴിഞ്ഞ വർഷവും ഒരു സ്വകാര്യ കോച്ചിങ് സെന്ററിന്റെ തലേ ദിവസത്തെ ഈ ഇത്തരത്തിലുള്ള പ്രഡിക്ഷനിൽ ചോദ്യപേപ്പറുകൾ അതേ രീതിയിൽ തന്നെ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ ചർച്ചയായി മാറിയിരുന്നു. പക്ഷേ അന്ന് നടപടി ഉണ്ടായില്ല. അതിനുശേഷം ഈ വർഷം തന്നെ, ഈ അധ്യയന വർഷം തന്നെ കഴിഞ്ഞ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ഈ സമാന രീതിയിൽ തന്നെ MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ യൂട്യൂബ് പേജിൽ വന്നിരുന്നു. അത് പിറ്റേ ദിവസം തന്നെ വലിയ വിവാദമായി മാറുകയും അത് ചർച്ചയായി മാറുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇത്തരം ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ച് റിപ്പോർട്ട് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് തേടിയത്. ഇതിനുശേഷം DDE എല്ലാ വിദ്യാഭ്യാസ ഉപജില്ലകളോടും ഈ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് താമരശ്ശേരി DEO MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ചോദ്യപേപ്പർ ചോർത്തിയതായി കണ്ടെത്തുകയും അക്കമിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഈ കത്ത് DDക്ക് ഉപവിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി. ഈ DD കോഴിക്കോട് DD ഇതിന്മേൽ നടപടി ആവശ്യപ്പെട്ടും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടത്തുമെന്നും ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയുണ്ടായി. എന്നാൽ ഈ കത്തിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ കത്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടക്കുകയോ ഉണ്ടായില്ല. അതുതന്നെയാണ് ഇത്തവണ വീണ്ടും ക്രിസ്മസ് പരീക്ഷയ്ക്ക് അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ആവർത്തിക്കാൻ ഈ സ്ഥാപനത്തെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥാപനം MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ഈ പ്രഡിക്ഷൻസ് എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ ചർച്ച നടത്തുക മാത്രമല്ല, നിരവധി ട്യൂഷൻ സെന്ററുകൾക്ക് നേരിട്ട് പണം വാങ്ങി ഈ ചോദ്യപേപ്പർ നൽകിയെന്ന ആരോപണം ഉയർന്നു വരുന്നിട്ടുണ്ട്. എന്തായാലും ഇതേക്കുറിച്ചുള്ള വിവാദങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സജീവമായി മാറിയത്. പുതിയ മാതൃകയിലാണ് ഇത്തവണ 10ാം ക്ലാസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. എന്നാൽ ഈ പുതിയ മാതൃകയിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെ ഈ ചോദ്യപേപ്പറിൽ പ്രത്യക്ഷമാവുകയും ചെയ്ത് അതാണ് കൂടുതൽ സംശയങ്ങൾ ബലപ്പെടുത്തിയത്. എന്തായാലും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോർത്തി നൽകിയത് എന്ന ഒരു വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ ചോർച്ചയെ പറ്റി കാര്യമായി സമ്മതിച്ചില്ലെങ്കിൽ പോലും വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച നടന്നു എന്ന് പരസ്യമായി തന്നെ രംഗത്ത് വരികയും ഈ യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അതിനും ശേഷവും ഒരു കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന ഒരു വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഒപ്പം ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി സമ്മതിക്കുമ്പോഴും എന്തുകൊണ്ട് ഒരു പുനഃപരീക്ഷ നടത്താത്തത്, അല്ലെങ്കിൽ ഈ പരീക്ഷ എന്തുകൊണ്ട് റദ്ദാക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം നിരവധി വിദ്യാർത്ഥികളാണ് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയെ നേരിടാൻ വരുന്നത്. ആ സമയത്താണ് കുറുക്കു വഴിയിലൂടെ ഇത്തരം യൂട്യൂബ് ചാനലുകൾ വഴി ചോദ്യപേപ്പർ അതേപടി ലഭിച്ച ചോദ്യം എഴുതിയ കുട്ടികൾ പരീക്ഷയിൽ വലിയ മാർക്ക് വാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ചോദ്യപേപ്പർ ചോർന്ന പരീക്ഷകൾ റദ്ദാക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം ഈ വിദ്യാഭ്യാസ വകുപ്പ് ഈ ചോദ്യപേപ്പർ ചോർച്ച മുൻകാലങ്ങളിൽ ഗൗരവമായി കണ്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളുമാണ് പുറത്തു വരുന്നത്. ഈ ഒരു അലംഭാവം തന്നെയാണ് ചോദ്യപേപ്പറുകൾ പണം നൽകി വാങ്ങി ചോർത്തി വിദ്യാർത്ഥികൾക്ക് നൽകാൻ ഇത്തരം സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അപർണ. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. കേരള